പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാദാ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാദാ, ഈ ജീവിതമെന്തിനു നാദാ. നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നടക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതകനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധാപൂർവം ദൈവവചനം ശ്രവിക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം, അധ്യായം 2, വാക്യങ്ങൾ 11 മുതൽ 22 വരെ. കർത്താവെ ആശീർവദിക്കുന്നു. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈക്കൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചത് ഓർക്കുക. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുകയും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവനിങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച് അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 17, 20 മുതലുള്ള തിരുവചനങ്ങൾ. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു.
അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോട് കൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും ഇത് അറിയിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കുക. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് വായിച്ച് കേട്ട സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ സുവിശേഷത്തിൽ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈശോ തൻ്റെ സ്വർഗീയ പിതാവിനോട് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നടക്കാൻ, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കൂടെപ്പിറപ്പുകൾക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവനാണോ ഞാൻ? ഒന്ന് ചിന്തിച്ചു നോക്കണത് നല്ലതാ. പലപ്പോഴും ഇന്ന് മനുഷ്യർ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായിട്ട് ചുരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുക. അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവും അവൻ്റെ ജീവിതമൊക്കെ സ്വന്തം കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ചിരുന്ന മനുഷ്യനായിരുന്നു. നമുക്കറിയാം, നമ്മളെ വേദനിപ്പിക്കുന്നവരുണ്ടാകാം, സങ്കടപ്പെടുത്തുന്നവരുണ്ടാകാം, ഒത്തിരി മുറിവുകൾ തരുന്നവരുണ്ടാകാം, സന്തോഷം തരുന്നവരുണ്ടാകാം, നല്ല വാക്കുകൾ പറയുന്നവരുണ്ടാകാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുക. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, കാൽവരി യാഗത്തിൽ ഈശോ അവസാനമായിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയും തൻ്റെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയാൻ പാടില്ല, ഇവരോട് നീ ക്ഷമിക്കണമേ. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി മുറിയുന്നവരുണ്ട്, ഒത്തിരി വേദനിപ്പിക്കുന്നവരുണ്ട്, സങ്കടപ്പെടുത്തുന്നവരുണ്ട്. അവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ? കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എൻ്റെ ഒരു വ്യക്തി ഫോൺ വിളിക്കുകയുണ്ടായി. അപ്പോൾ 1 വർഷം മുമ്പ് നമ്മുടെ പള്ളിയിൽ എന്നെ കാണാനായിട്ട് വന്നതാ. ഒരു കൗൺസിലിംഗ് കേസായിട്ട് വന്നതാ. ഒരു ചെറുപ്പക്കാരനാണ്, 32 വയസ്സുണ്ടവന്. എറണാകുളം ഫോർട്ട് കൊച്ചി ഭാഗത്തു നിന്നാണ് അവൻ എന്നെ കാണാൻ വരിക. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ജിനുവച്ചാ, എൻ്റെ ജീവിതം എനിക്ക് മടുത്ത്, ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് വഴികളൊന്നുമില്ല. എനിക്ക് 32 വയസ്സായി, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ എന്നും വഴക്കാ, കാരണം എനിക്കൊരു ജോലി സ്ഥിരമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ബന്ധങ്ങൾക്ക് വേണ്ട, വീട്ടിലെല്ലാവരും എന്നെ കുറ്റം പറയാറുള്ളൂ. ഭക്ഷണം കഴിക്കാൻ പോലും സ്വസ്ഥത തരില്ല. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് പറയും, നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം, വന്നിരുന്ന് തിന്നാനല്ലാതെ എന്തെങ്കിലും നീ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടോ? അച്ഛാ, ജീവിതം മടുത്തിരിക്കുക. എൻ്റെ അപ്പനമ്മയോടും എനിക്ക് അടങ്ങാത്ത വെറുപ്പാണ് മനസ്സിൽ. എൻ്റെ കൂട്ടുകാരോട്, വീട്ടുകാരോട്, ബന്ധങ്ങളോടൊക്കെ എൻ്റെ മനസ്സിൽ വെറുപ്പാണ്. കാരണം എന്നെ മനസ്സിലാക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. ഈ മകൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഒത്തിരി നേരം ഇരുന്ന് കരഞ്ഞു. കാരണം 32 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ്, ഒരു ജോലിയില്ല, ഒരു നല്ല വരുമാനമില്ല, വീട്ടുകാരോ ബന്ധങ്ങളോ ഒന്നും ഇവൻ്റെ കൂടെയില്ല. എല്ലാവരോടും മനസ്സിൽ വെറുപ്പാണ്, ഭയങ്കര ദേഷ്യവും അവന്. അപ്പം ഞാനിവനെ കുറച്ച് നേരം ഇങ്ങനെ കേട്ടിരുന്നിട്ട്
ഞാൻ ഈ മകനോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, മോനെ നിനക്ക് 32 വയസ്സായി എന്ന് അച്ഛനറിയാം, നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ എൻ്റെ ജീവിതം രക്ഷപ്പെടുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഏത് കാര്യവും ചെയ്തോളാം. അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തൊരു കാര്യം ഇങ്ങനെയാണ്, നിന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നിനക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ ആ കാര്യം മാത്രം എന്നോട് പറയരുത്. കാരണം വളരെ ദേഷ്യത്തോടെ എന്നോട് പറയണേ, അച്ഛൻ ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കാൻ എൻ്റെ കൂടെ ഉള്ളവരാ കാരണക്കാർ, എൻ്റെ അപ്പനും അമ്മയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം അവരൊരിക്കലും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, എനിക്ക് വേണ്ടതൊന്നും തന്നിട്ടില്ല. അച്ഛാ ഞാൻ ഇങ്ങനെയാവാൻ കാരണം എൻ്റെ മാതാപിതാക്കളാ. എന്നിട്ട് അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ ആവശ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞു, പൊന്നു മോനെ നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, നിൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. അവൻ വളരെ ദേഷ്യപ്പെട്ടു എന്നോട്, വളരെ കയർത്ത് സംസാരിച്ചു. വെച്ചാൽ എൻ്റെ കൂട്ടുകാർക്ക് എന്നെ വേണ്ട, അവൻ എപ്പോഴും എന്നെ കളിയാക്കോളൂ. അവൻ്റെ കളിപ്പേരുകളൊക്കെ എന്നോട് പറഞ്ഞു. എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആണെങ്കിൽ ഏത് സന്ദർഭം കിട്ടിയാലും എന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് മുറിപ്പെടുത്താറേ പതിവുള്ളൂ. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് അച്ഛൻ പറയുക. ഞാൻ പറഞ്ഞു, പൊന്നു മോനെ നിൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നീ അവർക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ വളരെ ദേഷ്യത്തോടു കൂടെ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വളരെ ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞേ, പക്ഷെ ഞാനത് പറഞ്ഞത് അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ വളരെ ദേഷ്യത്തോടെ എന്നോട് ഇറങ്ങിപ്പോയി. അച്ഛൻ ഇത്രയും വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല അച്ഛാന്ന് പറഞ്ഞ് എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കേണ്ടായത് അവൻ്റെ കല്യാണം പറയാനാണ്. അവനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ജിനുവച്ച എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് 1 വർഷം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്തേ? അന്ന് അച്ഛനോട് ഞാൻ ദേഷ്യപ്പെട്ട അച്ഛൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയേ. ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഇങ്ങനെ അച്ഛൻ എന്നെ മുറിപ്പെടുത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചേ? അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, അന്നത്തെ ദിവസം അച്ഛൻ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും 4ാമത്തെ ദിവസവും ഒന്നും ഞാൻ കേട്ടിട്ടില്ല. 1 മാസം അങ്ങനെ കടന്നുപോയി. അപ്പോഴും അച്ഛൻ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ നിൽക്കുക, ഞാൻ രക്ഷപ്പെടണമെങ്കിൽ എന്നെ മുറിപ്പെടുത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ 1 മാസം കഴിഞ്ഞു പോയി, ഞാൻ പ്രാർത്ഥിച്ചില്ല അച്ഛാ. അവസാനം എനിക്കൊരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഞാൻ ആശുപത്രി കിടക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും അടുത്ത് നിൽക്കണേ. അവരപ്പോഴും വഴക്ക് പറയുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ആശുപത്രി കിടക്കയിൽ വെച്ച് അച്ഛാ എൻ്റെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ പറയുക, അച്ഛാ എന്നെ എന്നും കുറ്റം പറയുന്ന അപ്പനും അമ്മയും പതുക്കെ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അച്ഛാ എനിക്കൊരു നല്ല ജോലി കിട്ടി, എനിക്കൊരു നല്ല വരുമാനമുണ്ട്, ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കുന്നു, എൻ്റെ കല്യാണമാണ്, അച്ഛൻ കല്യാണം കെട്ടിക്കാൻ വരണം. അതിന് വേണ്ടിയിട്ട് അവൻ വിളിക്കണേ, കല്യാണത്തിന് പ്രസംഗം പറയാൻ അച്ഛൻ വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുക. ഞാൻ അവനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ അപ്പനമ്മയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, ചിലപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ചിലപ്പോൾ എൻ്റെ അയൽവക്കക്കാരൻ ഒത്തിരി സങ്കടം ഉണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ ജോലി ചെയ്യുന്നിടങ്ങളിൽ എനിക്ക് ഒത്തിരി വേദന കിട്ടുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണെന്നറിയോ, ദൈവത്തിന് മാറ്റാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് വിശ്വസിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടെത്താൻ നമുക്ക് പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ മുറിവുണ്ടായത്, ആരിൽ നിന്നാണോ മുറിവുണ്ടായത്, ആരിൽ നിന്നാണോ വേദന കിട്ടിയത്, ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഒത്തിരി അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ കൂടി ഓർക്കുക. എന്ന് വെച്ചാൽ നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയും, സന്തോഷം തന്നവർക്ക് വേണ്ടിയും, നന്മകൾ പറയുന്നവർക്ക് വേണ്ടിയും, കുറ്റങ്ങൾ പറയുന്നവർക്ക് വേണ്ടിയും എന്നും പ്രാർത്ഥിക്കുക. ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. 2ാമത്തെ കാര്യം, ഇന്നത്തെ സുവിശേഷം മുഴുവൻ നമുക്ക് വായിക്കുമ്പോൾ ഒരു ഒരുമയെക്കുറിച്ച് പറയുന്ന, ഐക്യത്തെക്കുറിച്ച് പറയുന്ന സുവിശേഷ ഭാഗമാണ്. ഒരുമയെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും പറയുന്ന സുവിശേഷ ഭാഗമാണ്. അതിൽ വചനം ഇങ്ങനെയാണ്, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഈശോനാഥൻ ഇന്ന് സുവിശേഷത്തിൽ പറയുന്നത് ഐക്യത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കേ. ഇന്നത്തെ കാലഘട്ടം വിഭജനത്തിൻ്റെ കാലഘട്ടം. എല്ലാം വിഭജിക്കുക, ഐക്യമില്ല, സ്നേഹമില്ല, ഒരുമയില്ല, ഒന്നിച്ചു പോകണമെന്ന് ആർക്കും താല്പര്യമില്ല. ശരിയല്ലേ? എല്ലാം വിഭജിക്കണം, ഒറ്റത്തുരുത്തുകളായിട്ട് മനുഷ്യന്മാരിന്ന് മാറിക്കൊണ്ടിരിക്കുക. എൻ്റെ കാര്യം, എൻ്റെ മാത്രം കാര്യം, മറ്റുള്ളവനെ അതിലേക്ക് ഉൾപ്പെടുത്താൻ ആർക്കും ഇഷ്ടമല്ല. എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ സ്വന്തം ഇഷ്ടമാണ്, എൻ്റെ ജീവിതമാണ്, എൻ്റെ ഡ്രസ്സാണ്, എൻ്റെ കാര്യമാണ്, അത്രയേ ഉള്ളൂ. മനുഷ്യന്മാരൊക്കെ ഒന്ന് ഒറ്റത്തുരുത്തുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കുടുംബത്തിൽ പോലും അല്ലേ, ഒറ്റയ്ക്കാണ് മനുഷ്യർ ജീവിക്കുക. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും, ആരാ ചോദിക്കാൻ, ആരാ പറയാൻ,
അപ്പന് എന്താ അവകാശം, അമ്മയ്ക്ക് എന്താ അവകാശം, ജീവിത പങ്കാളിക്ക് എന്താ അവകാശം, കൂടപ്പിറപ്പുകൾക്ക് എന്താ അവകാശം എന്ന് ചിന്തിക്കുന്നവരായിട്ട് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒറ്റത്തൂണുകളാണ്, എന്നുവെച്ചാൽ ഒറ്റത്തുരുത്തുകളാണ്. എല്ലാവരും ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം. അതിൽ ജീവിത പങ്കാളിക്ക് പോലും സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുക. ഒറ്റയ്ക്കായിക്കൊണ്ടിരിക്കുക മനുഷ്യന്മാർ. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഓർത്ത് നോക്കിയേ, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഓരോരുത്തരും ഒറ്റയ്ക്കാണ് അല്ലേ? എല്ലാവരും ഇപ്പോൾ കൂടപ്പിറപ്പുകളാന്ന് പറയുന്നു, ചോരയ്ക്ക് ചോരയാന്ന് പറയുന്നു, ഒരമ്മയുടെ മക്കളാന്ന് പറയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വിളിച്ചിട്ട് എത്ര നാളായി, അന്വേഷിച്ചിട്ട് എത്ര നാളായി, കണ്ടിട്ട് എത്ര നാളായി, സംസാരിച്ചിട്ട് എത്ര നാളായി. ഇതൊക്കെയാണ് ജീവിതം കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കായിക്കൊണ്ടിരിക്കുക. എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ജീവിതം അത് മാത്രമായിട്ട് ഒതുങ്ങി മനുഷ്യന്മാർ മാറിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ 4-5 മക്കളും കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നൊരു സാഹചര്യത്തിൽ ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒറ്റത്തൂണുകളായിട്ടാണ്. നമ്മുടെ കൂടപ്പിറപ്പുകളെ നമ്മൾ കാണാറില്ല, സംസാരിക്കാറില്ല. ഞാനടക്കം നമ്മളെല്ലാവരെയും കൂടി ചേർത്ത് വെച്ചിട്ട് അച്ഛൻ പറയുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുക. നമ്മൾ തന്നെ ചിന്തിച്ചൊക്കെ, നമ്മുടെ ഇടയിൽ തന്നെ ഒത്തിരി സഹോദരന്മാരും സഹോദരിമാരുണ്ട്. മിണ്ടാറുണ്ടോ? സംസാരിക്കാറുണ്ടോ? കല്യാണം കഴിഞ്ഞു, അവൻ്റെ ഒരു കുടുംബമായി, എൻ്റെ ചേട്ടൻ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്, എൻ്റെ അനിയത്തി ഇപ്പുറത്ത് താമസിക്കുന്നുണ്ട്, എൻ്റെ അനിയൻ ഇപ്പുറത്ത് താമസിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാറുണ്ടോ? സംസാരിക്കാറുണ്ടോ? പണ്ടൊക്കെ കൂട്ടുകുടുംബമാകുമ്പോൾ എല്ലാവരും കൂടി ചേർന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സംസാരിച്ച് സന്തോഷത്തോടെ പോകുമായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ വീട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. എൻ്റെ അപ്പനും അപ്പൻ്റെ അനിയന്മാരെല്ലാവരും എല്ലാ ഞായറാഴ്ചയും അവർ ഒന്നിച്ചു കൂടും. എൻ്റെ വീട്ടിൽ നടക്കുന്നൊരു കാര്യം എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അതിൽ അവർ ഓരോ വീട്ടിലാണ് കൂടുക. അപ്പം എനിക്ക് 2 പേപ്പന്മാരുണ്ട്. എൻ്റെ അപ്പന് 2 അനിയന്മാരാണ്, 2 അനിയന്മാരും 2 അനിയത്തിമാരാണ്. എൻ്റെ അപ്പനാ മൂത്ത പുത്രൻ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു, പെങ്ങന്മാർ വരാറില്ല, അനിയന്മാർ അവിടെ കെട്ടിയവന്മാർ അച്ചാച്ചന്മാർ സമ്മതിച്ചാലേ വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ പേപ്പന്മാർ, അനിയന്മാർ 2 പേരും, ഒന്ന് വർഗീസ് പേപ്പനും അപ്രയം പേപ്പനുമാണ്. 2 പേരും മിക്കവാറും ഞായറാഴ്ചകളിൽ ഒന്നിച്ചു കൂടും. ഇവർ 3 പേരും ഒന്നിച്ചു കൂടും. എന്നിട്ട് എല്ലാവരും കൂടി സംസാരിക്കും, കുറച്ച് നേരം വർത്താനമൊക്കെ പറയും. ഭക്ഷണം കഴിച്ചിട്ട് അവർ പിരിയും. ഞാൻ വളരെ ചെറുപ്പത്തിൽ തൊട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. എല്ലാ ഞായറാഴ്ചയും ഇവർ കണ്ടിരിക്കും. അനിയന്മാർ ചേട്ടന്മാർ ഒന്നിച്ചു എന്നൊക്കെ വർത്താനം പറയും, കമ്പനിക്ക് കൂടും, വർത്താനം പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു പോകും. ഓരോ ദിവസവും ഓരോ വീട്ടിലാണ്. എനിക്കത് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. സ്വന്തം അനിയനോട് പോലും സ്വന്തം കൂടപ്പിറപ്പിനോട് പോലും സംസാരിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ഒരുമയ്ക്ക് വളരെ അനുഗ്രഹങ്ങളുണ്ട് കേട്ടോ. ഇന്ന് സുവിശേഷത്തിൽ വളരെ സുന്ദരമായൊരു വചനമുണ്ട്. 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഈശോ പറഞ്ഞ വളരെ സുന്ദരമായൊരു കോട്ടിങ്ങാണത്. 2-3 പേർ, 2-3 പേർ കേട്ടോ. ഒരാൾ കൂടുമ്പോൾ അല്ല, 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷം ഒരുമയെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുമയുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഐക്യമുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. പലപ്പോഴും നമുക്ക് ആരെയും വേണ്ട, എൻ്റെ കാര്യം മാത്രം ശരിയായാൽ മതി, വേറെ ആരുടെയും, അത് കൂടപ്പിറപ്പിൻ്റെ ആണെങ്കിൽ പോലും ശരിയാവണമെന്ന് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ശരിയല്ലേ? ചോരയ്ക്ക് ചോരാന്നൊക്കെ പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണോ? അല്ല. അതുകൊണ്ട് സ്നേഹം തന്നവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. ഈ 2 കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ? രണ്ടാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന വ്യക്തികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമയോടെ പോകാൻ, ഐക്യത്തോടെ പോകാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷം കൂടെ എന്ന് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ പുനരുദ്ധാനത്തിന് ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങൾ ശരീരത്തെ അതിന്റെ ദുരാശകളുടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ
ഞങ്ങളുടെ അജപാലകന്മാരെ സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെ ഉയർപ്പിന്റെയും കാരണമായ തിരുശരീരക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണേതരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചേക്കുകയും ചെയ്യട്ടെ. ഹൃദയതാലമേന്തി നാദ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. ഹൃദയതാലമേന്തി നാദ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. കരുണ്യവാനായ കർത്താവേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ സ്വർഗീയ പിതാവേ. പ്രത്യേകിച്ച് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി കുടുംബങ്ങളിൽ പലവിധ രോഗങ്ങളാലും സാമ്പത്തികമായിട്ടുള്ള ഒത്തിരിയുള്ള ഞെരുക്കങ്ങളാലും പലവിധത്തിലുള്ള കഷ്ടപ്പാടുകളാലും കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഈശോയെ. പഠിക്കുന്ന ഓരോ മക്കളെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണേ കർത്താവേ. പഠിക്കാനുള്ള എല്ലാ ജ്ഞാനവും നൽകി അവരെ വിശുദ്ധീകരിക്കണേ കർത്താവേ. നന്നായിട്ട് പഠിച്ചു തുടങ്ങുവാൻ അവരെ സഹായിക്കണേ കർത്താവേ. പ്രത്യേകിച്ച് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായത്തിൻ്റെ വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ, വൃദ്ധരായ മാതാപിതാക്കൾ, ആരോരും കൂടെയില്ലാത്തവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, തകർക്കപ്പെട്ടവർ, തകർന്നു പോയവർ, ബിസിനസ്സിലൊക്കെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, വിദൂരങ്ങളിൽ പഠനത്തിനും ജോലിക്കുമൊക്കെ പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ദൈവമേ എല്ലാവരെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ നിയോഗങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നു. പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ, കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്രഹമായ ഉദാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ
ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടികളും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിന് ജനിച്ചവനും എല്ലാ സൃഷ്ടിപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനുള്ള ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാർത്തറപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം നൽകുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രന് പുറപ്പെടുന്ന സത്യാത്മാവ് ജിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഏർപ്പും നിത്യായുസ്സങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ ബലിസർവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരത്നങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരണേതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാനയർപ്പിക്കപ്പെടുന്നു. അതിനായുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദാവീദിൻ പുത്രന് ഓശാന, ഉന്നത വീതിയിലോശാന. സൈന്യങ്ങൾ തന്നാഥ, ലോകത്തിൻ രക്ഷക, ദൈവത്തിൻ പുത്രന് ഓശാന. ദാവീദിൻ പുത്രന് ഓശാന. നമ്മുടെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം.
കർത്താവെ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. സത്യദേവസോനുവേ നിത്യസ്നേഹ രൂപനേ യേശുവേ യേശുവേ കൈതോഴും നേരങ്ങേ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവെ ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കാരണത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായികവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വേദിയിൽ ബലിവേദിയിൽ ഓസ്തിയിൽ തിരുവോസ്തിയിൽ വാണിടും മഹോന്നത ആരാധന. വേദിയിൽ ബലിവേദിയിൽ
ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഈ നിമിഷം മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്കദോഷങ്ങൾ, രഹസ്യ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവേൻ. കർത്താവേ, പുനരുദ്ധാനം വഴി നീ മരണത്തെ കീഴടക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തു. ഞങ്ങളെ പരിപോഷിപ്പിക്കുവാൻ നിന്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ കാരുണ്യത്തിന് ഏതായോഗ്യം നന്ദി പറയുവാൻ ഞങ്ങളുടെ നാവുകൾ ശക്തങ്ങളാകുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുതകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുതകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. തമ്പുരാന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ.